ഒരു കോയിൻ എടുത്ത് ഞാൻ എൻ്റെ മകനെ 7 പ്രാവശ്യം ഒഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്ന് പറയാൻ പോകുന്ന അനുഭവത്തിലെ ഒരു ഭാഗമാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും എത്ര മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും. അപ്പം ഇത് കഴിഞ്ഞ ദിവസം അയച്ചു തന്നാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ സ്ഥിരം പറയുന്നൊരു പല്ലവി നിങ്ങളോട് പറയുകയാണ്, ആരും ദേഷ്യം പിടിക്കരുത്. എനിക്ക് അയച്ചു തന്നത് നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. വോയിസ് ആയിട്ട് അയച്ചു തന്നവർ എനിക്ക് കഴിയുന്നതോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ അത്ര ഉപകാരമാവും. വോയിസ് കേൾക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ അത്രമധുരം വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ 1:30 ബ്രേക്ക് നടക്കും. അപ്പം അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോസ്. ബാക്കിയുള്ളവർക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ടവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ്. നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു അനുഭവം അയച്ചു തന്നത് ഷീല മോഹനാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമഘട്ടത്തിൽ അങ്ങനെ തന്നെ പറയണം. അത്രയും അമ്മ മാത്രം വീട്ടിലുള്ളപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷമഘട്ടത്തിൽ ഭഗവാൻ ഒരു നിമിഷം അമ്മയെ അങ്ങനെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് പെരുമാറിയത് മാതിരി തോന്നി എനിക്ക് കേട്ടപ്പോൾ. അപ്പോൾ ഷീല മോഹനൻ ഞാൻ വായിക്കട്ടെ അല്ലേ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ ഇളയ മകന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. എൻ്റെ വീട് കൊരട്ടിയിലാണ്. ഞാൻ വീട്ടിൽ പോയി തിരിച്ച് ഒല്ലൂരിലെത്തി. അപ്പോൾ മകൻ എന്നെ വിളിച്ചു. അമ്മ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒല്ലൂരിൽ എത്തിയെന്ന്. അപ്പോൾ അവൻ എന്നോട് വേഗം വരാൻ പറഞ്ഞു. തൃശ്ശൂർ ഇറങ്ങിയാലും താണിക്കുടം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നെയും 12 കിലോമീറ്റർ പോകണം. പിന്നെ ഞാൻ ബസ് നോക്കി നിന്നില്ല, വേഗം ഒരു ഓട്ടോ വിളിച്ചു പോയി. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മകൻ ബാത്റൂമിൻ്റെ ചുമരിൽ പിടിച്ചു നിൽക്കുകയാണ്. അവനെ അനങ്ങാൻ സാധിക്കുന്നില്ല. യൂറിന് ഒരു തുള്ളി ചോരയായിട്ട് പോകുന്നു. ഞാൻ വേഗം മൂത്ത മകനെ വിളിച്ചു പറഞ്ഞു ഒരു കാറ് വിളിച്ചു വരുവാൻ. ഓട്ടോയിൽ ഈ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, സ്റ്റോൺ ആണ് പ്രശ്നം. നിങ്ങൾ റെഡിയായി നിന്നോളൂ, ഞാൻ വണ്ടി കൊണ്ടുവരാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ആ നേരം ഞാൻ എന്ത് ചെയ്തു? കണ്ണൻ്റെ മുന്നിൽ വന്ന് കണ്ണനോട് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ? അങ്ങ് ഒന്നും കൂടാതെ എൻ്റെ മകനെ കാത്തുകൊള്ളണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ഒരു കോയിൻ എടുത്തിട്ട് എൻ്റെ മകനെ ഞാൻ 7 പ്രാവശ്യം ഒഴിഞ്ഞ് കണ്ണൻ്റെ കാൽക്കൽ വെച്ചു. പോകാൻ നേരം അവൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ പോയി. അങ്ങനെ അവൻ വന്ന് പറയുക, അമ്മയെ കല്ല് ചാടിപ്പോയി എന്ന്. കണ്ണൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ കണ്ണനോട് 1000 നന്ദി പറഞ്ഞു. ഭഗവാൻ എൻ്റെ കണ്ണനാണ്, എന്നെ കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നിമിഷത്തിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ വലിയ ഒരു അനുഭവം തന്നെയാണ് അല്ലേ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു വേദനയിൽ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചിലപ്പം പൈസയൊന്നും ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? അറിയാം, ഭഗവാൻ തന്നെയാണ് സഹായിക്കുന്നത് അല്ലേ. നമ്മളെ ഗ്രൂപ്പിലൊരു സഹോദരനുണ്ടല്ലേ, പ്രവീൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ കൂടുതലായിട്ടൊന്നും. അപ്പം അദ്ദേഹത്തിന് സുഖാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും. നമ്മൾ അത്യാവശ്യ സഹായങ്ങളെ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് സഹായം കിട്ടുകയെന്നൊന്നും പറയാനും പറ്റില്ല. എന്ത് തന്നെയായാലും ഈ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മനസ്സിന് വിഷമം അനുഭവിക്കുന്നവർക്ക് ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ സമാധാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മൾ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് കുറേ നല്ല സമാധാനമായിട്ട് നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് അനുഭവങ്ങൾ കേൾക്കുന്നവരുണ്ട്. അതൊരു സുഖമായിട്ടൊരു സമാധാനമായിട്ട് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നു എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റിലൊക്കെ വന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളോട് കൂടുതൽ സംവദിക്കാനും നിങ്ങളോട് കൂടുതൽ അനുഭവങ്ങൾ പറയാനും ഒക്കെ കിട്ടുന്നൊരു സന്തോഷമാണ്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിനം എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു ദിനമാണ്. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയല്ല, നമ്മൾ ഭാരതം എന്ന് തന്നെ പറയാമല്ലേ. ഭാരതം എന്ന് പറയുന്നത് അത്രയും മഹത്തരമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് രാഷ്ട്രം കടന്നു പോകുന്നത്. എല്ലാ ഭാഗത്തു നിന്നുള്ള നമുക്കെതിരെയുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്ന് മാത്രമേ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.